അവനാണ് എന്റെ നായകൻ. ഷളേ സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഞാൻ ഐറ്റം കാട്ടിത്തരാം. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? എന്താ ഒറിജിനാലിറ്റി വേണ്ടേ? എന്തിനാടാ കൊന്നിട്ട്? ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. എന്തിനാടാ കൊന്നിട്ട്? ഇയാൾക്ക് എന്താണ് വയ്യേ? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമല്ല. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആണ്. ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്? എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടി തീർന്നാ വംശനാശം. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. നിന്റെ ആക്ടിങ് തീരെ ശരിയായില്ല, പ്രത്യേകിച്ച് ശോകാഭിനയം തീരെ പോരാ. ക്രിമിനൽ അല്ല ആൻഡോ സാറേ. നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും, പണിയെടുത്താണ് ജീവിക്കുന്നത്. ഈ കടലില് അത് വെറും ആക്ടിങ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാവേ ഇല്ല. നേരം നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ. വിട്ടേക്ക് സാറേ. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. നീ എന്താണ് പേടിച്ചു നിൽക്കണേ? അമ്മച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് മീൻ കൊടുക്ക്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഇല്ലെങ്കിലും പൈരുവനുള്ളൂ. എന്താ ചേച്ചി? എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ഇയാളെ മറന്നതാകും. മാധവ് സുരേഷ് നെപ്പോട്ടിസത്തിന്റെ ഏറ്റവും മോശമായ ഒരു ഭാവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡയലോഗ് പോലും നേരെ അഭിനയിക്കാനൊന്നും അറിയത്തില്ല. ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. പറയട്ടടാ, ഇന്നത്തെ കാലത്ത് ചുളിവില് ഫേമസ് ആവാൻ നല്ലത് ഈ ചാനൽ ചർച്ചയാ. എന്റെ മോനെ, ഈ ചെങ്ങാതി ഒരുമാതിരി ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയില് പാറ്റ വെട്ട പോലെ ഇയാൾ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. തിയേറ്ററിൽ ഇദ്ദേഹത്തെ കാണിക്കുന്ന ഓരോ സീനിലും എല്ലാവരും ചിരിക്കുകയായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുമ്പോഴും ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. കുമ്പളങ്ങ പോലൊരു കഴുത്തും അതിനു മുകളിൽ മത്തങ്ങ പോലൊരു തലയുണ്ടായിട്ട് കാര്യമില്ല. അകത്താള് താമസം വേണം.